48 വർഷങ്ങളായി ഇടതുമുന്നണി അധികാരത്തിലിരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ അട്ടിമറി വിജയമാണ് ഇത്തവണ ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് നോർത്ത്, സൗത്ത്, എലത്തൂർ, ബേപ്പൂർ എന്നിങ്ങനെ 4 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കോഴിക്കോട് കോർപ്പറേഷൻ. CPM-ന് ഭൂരിപക്ഷമുള്ള ഭരണസമിതിയിൽ 2025-ൽ തീപാറും പോരാട്ടമാകും നടക്കുക. 48 വർഷത്തെ CPM-ന്റെ സർവാധിപത്യമാണ് കോഴിക്കോട് കോർപ്പറേഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ കോട്ട പൊളിക്കാനുള്ള പടയൊരുക്കത്തിലാണ് BJP. 2020-ലെ തെരഞ്ഞെടുപ്പിൽ 50 സീറ്റുകളുമായാണ് ഇടതുമുന്നണി അധികാരത്തിലെത്തിയത്. CPM ഒറ്റയ്ക്ക് നേടിയത് 46 സീറ്റുകൾ. CPI, NCP, ജനതാദൾ, കോൺഗ്രസ് എസ് എന്നിവയ്ക്ക് ഓരോ സീറ്റുകളുമുണ്ട്. ഇത്തവണ വാർഡ് വിഭജനത്തോടെ ഡിവിഷനുകളുടെ എണ്ണം 75-ൽ നിന്നും 76-ആയി ഉയർന്നു. CPM-ന്റെ സർവാധിപത്യത്തിന് അന്ത്യം കുറിക്കാനാണ് ഇത്തവണ BJP കളത്തിലിറങ്ങുന്നത്. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലെ അടിയൊഴുക്കും കോർപ്പറേഷനിലെ ഭരണത്തിലെ അഴിമതിയും ആയുധമാക്കാനാണ് BJP-യുടെ നീക്കം. 2015-ലും 2020-ലും 7 കൗൺസിലർമാരാണ് BJP-ക്ക് ഉണ്ടായിരുന്നതെങ്കിൽ 2020-ൽ 22 ഡിവിഷനുകളിൽ BJP 2ാം സ്ഥാനത്തെത്തിയത് വലിയ നേട്ടമാണ്. മുസ്ലിം ലീഗിനും SDP-ക്കും അടിവേരുള്ള മണ്ണിലാണ് BJP-യുടെ തേരോട്ടം. കോഴിക്കോട് കോർപ്പറേഷനെ അഴിമതി മുക്തമാക്കാനുള്ള പോരാട്ടമാണ്. ജനങ്ങൾ വികസിത കോഴിക്കോടിന് വോട്ട് ചെയ്യും. നഗരപാതയെങ്കിലും ഒരു റോഡാക്കി മാറ്റാൻ സാധിക്കാത്ത ഇവര് ഇനി എന്തിനാ ഇവിടെ ഭരിക്കുന്നത്? മാറി മാറി വന്ന കേരള സർക്കാരുകൾ കോഴിക്കോടിനെ അവഗണിച്ചില്ലേ? അതുകൊണ്ട് ദീർഘവീക്ഷണത്തോടു കൂടി ഒരു ഡബിൾ എഞ്ചിൻ ഭരണം കോഴിക്കോട് കോർപ്പറേഷനിലെ BJP-യും ഇന്ത്യ ഭരിക്കുന്ന BJP-യും കൂടി കോഴിക്കോടിൻ്റെ വികസിത കോഴിക്കോട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കും. മെട്രോ നഗരമാക്കും. കോഴിക്കോട് അഴിമതി നിർമ്മാർജ്ജന മേഖലയായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കും. BJP 2ാമതെത്തിയ 22 ഡിവിഷനുകളിൽ 1ാമതെത്തിയാൽ കോർപ്പറേഷനിലെ നിർണായക ശക്തിയാകാൻ BJP-ക്ക് കഴിയും. 2015-ലെയും 2020-ലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. 2020-ൽ 18 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നേടാനായത്. വിമത സ്ഥാനാർത്ഥികൾ മത്സരിച്ചതാണ് കോൺഗ്രസിന് അന്ന് തിരിച്ചടിയായത്. ഇത്തവണ കനത്ത ജാഗ്രതയിലാണ് കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പോക്ക്. കോർപ്പറേഷനിൽ അഴിമതിയും സ്വജനപക്ഷപാതവും തന്നെയാണ് തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ആയുധം. ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ വികസനത്തിനോ പുരോഗതിക്കോ യാതൊന്നും തന്നെ ഈ LDF-ന്റെ നേതൃത്വത്തിലുള്ള കോഴിക്കോട് കോർപ്പറേഷൻ സാധിച്ചില്ല. ജനങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയും. ഇപ്പോൾ ഒരു മാറ്റം. 45-ാമത്തെ കൊല്ലത്തിൽ 40 സീറ്റോടുകൂടി UDF കോഴിക്കോട് കോർപ്പറേഷൻ അധികാരത്തിൽ വരും. പാളയം പുതിയ മാർക്കറ്റ്, ബീച്ച് മോടി പിടിപ്പിക്കൽ, മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രങ്ങൾ എന്നിങ്ങനെയുള്ള വികസനങ്ങൾ വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. ഇടതുപക്ഷത്തിന്റെ അഴിമതിയും സ്വേച്ഛാധിപത്യവും നിറഞ്ഞ കോഴിക്കോട് കോർപ്പറേഷനിലെ 48 വർഷത്തെ തുടർഭരണം അതിത്തവണ തകർക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം.